Dear friends, welcome to Learn English Grammar with Madhav Mash. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ലെക്ചർ ക്ലാസ് മാത്രമാണ് നടത്താൻ പോകുന്നത്. ലെക്ചർ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക, അത് ഗ്രാസ്പ് ചെയ്യുക, പിറ്റേ ദിവസം ഒന്ന് റീകലക്ട് ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്നത് കൺജങ്ഷൻസ് ആണ്. സബോർഡിനേറ്റ് കൺജങ്ഷനും കോർഡിനേറ്റീവ് കൺജങ്ഷനും ഉപയോഗിച്ച് വാചകങ്ങളെ കൂട്ടിച്ചേർക്കാനാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഒരുപാട് കൺജങ്ഷൻ പഠിപ്പിച്ചു, ഇനി ഒരുപാട് പഠിപ്പിക്കാനുണ്ട്. പക്ഷേ ഈ കൺജങ്ഷൻസ് കൂട്ടുമ്പോൾ ഞാൻ പറഞ്ഞു മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ആണ് കൂടുക. മെയിൻ ക്ലോസും കൂടുമില്ല എന്നല്ല പറയണത്. പക്ഷേ നമ്മൾ ക്ലോസുകളെ പഠിക്കുമ്പോൾ 3 തരം ക്ലോസ് ആണുള്ളത്. മെയിൻ ക്ലോസ്, സാധാരണ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഈ മെയിൻ ക്ലോസിനെ ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൽ ക്ലോസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും. അപ്പോൾ 3 പേരിൽ അറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ് മെയിൻ ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴിലുള്ളവരാണ്. ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവരാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. സബോർഡിനേറ്റ് ക്ലോസുകൾ സാധാരണ 3 തരമാണ്: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്വർബിയൽ ക്ലോസ്. സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ മെയിൻ ക്ലോസിൽ 2 വാചകമില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ മെയിൻ ക്ലോസിനെയും സബോർഡിനേറ്റ് ക്ലോസിനെയും കൂടി കൂട്ടും. അപ്പോൾ ആ സബോർഡിനേറ്റ് ക്ലോസിനെ നമുക്ക് ഒന്നുകിൽ നാമ ക്ലോസ്, നാമവാക്യെന്നോ നാമവിശേഷണ വാക്യെന്നോ ക്രിയാവിശേഷണ വാക്യെന്നോ പറയാം. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയുക? ഞാൻ പറഞ്ഞു സബോർഡിനേറ്റ് ക്ലോസുകളെ മാത്രമേ ഈ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാറുള്ളൂ. അതായത് നൗൺ ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ, അഡ്വർബിയൽ ക്ലോസ് ആണോ. നാമത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ക്ലോസിനെ നൗൺ ക്ലോസ്, നാമവാക്യം എന്ന് പറയും. നാമവിശേഷണത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ക്ലോസിനെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. ആഡ്വർബിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ക്ലോസിനെ ആഡ്വർബിയൽ ക്ലോസ് എന്നും പറയും. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസുകൾ 3 തരമാണ്: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്. എന്നിവയെ തിരിച്ചറിയാം. ആ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്, മെയിൻ ക്ലോസിൻ്റെ കൂടെ നിൽക്കുന്ന സബോർഡിനേറ്റ് ക്ലോസ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനനുസരിച്ച് അതിനെ ഈ 3 തരത്തിലും അറിയപ്പെടും. അപ്പോൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ രാമ സെഡ് മെയിൻ ക്ലോസ് ആയി. ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് പറഞ്ഞു. രാമൻ എന്നുള്ളത് സബ്ജക്റ്റ്, സെഡ് എന്നുള്ള വെർബ്, അപ്പോൾ ഒരു മെയിൻ ക്ലോസ് ആയി. എന്താ പറഞ്ഞത്? ദാറ്റ് തൊട്ടുള്ള കൺജങ്ഷനാണ്. ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അപ്പോൾ രാമൻ പറഞ്ഞത് എന്ത്, ആരെ, എന്ത്, എന്തിനെ എന്ന് പറയുന്ന കാര്യം വാചകത്തിൻ്റെ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ പറയുന്ന സബോർഡിനേറ്റ് ക്ലോസ് രാമ സെഡ് എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റാണ്. ഒരു വാചകത്തിൻ്റെ ഒബ്ജക്റ്റോ സബ്ജക്റ്റോ ആയി വരുന്ന സാധനങ്ങൾ സാധാരണ നാമങ്ങളായിരിക്കും. ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്ലോസ് നാമത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, ഒബ്ജക്റ്റിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അതൊരു നൗൺ ക്ലോസ് ആണ്. നൗൺ ക്ലോസിനെ കണ്ടെത്താൻ പറ്റും. ഇതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ക്ലോസിനെയും കണ്ടത്. ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ദിസ് ഈസ് ദ ബുക്ക്, ഇതാകുന്നു ആ പുസ്തകം. ഏതൊന്ന് ഞാൻ ഇന്നലെ വാങ്ങി. ഏതൊന്ന് എന്ന് പറഞ്ഞാൽ എന്തിനാ ഉദ്ദേശിക്കുന്നത്? ബുക്കിനെ. അപ്പം ആ നാമത്തിനെ, ബുക്കിനെ വിശേഷിപ്പിക്കുന്ന ക്ലോസ് ആണ് അടുത്ത ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. ആയതുകൊണ്ട് അതൊരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഇനി if I had gone, I could have met the minister. ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിനിസ്റ്ററെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എന്തുണ്ടായിട്ടുണ്ടാവും? മിനിസ്റ്ററെ കാണാൻ കഴിയുക. അപ്പോൾ കഴിയുക എന്നുള്ള ക്രിയയെ വിശേഷിപ്പിക്കുന്ന ക്ലോസ് ആയതുകൊണ്ട് അതൊരു ഇഫ് ഐ ഹാഡ് ഗോൺ, പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് മെറ്റ് ദ മിനിസ്റ്റർ. അപ്പോൾ ഇഫ് ഐ ഹാഡ് ഗോൺ, പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് സബോർഡിനേറ്റ് ക്ലോസ്. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ? പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഒരു ക്രിയയാണ്, ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ഈ ക്ലോസിനെ അഡ്വർബിയൽ ക്ലോസ് എന്നും പറയാം. ഇതാണ് 3 ക്ലോസുകൾ.
അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസുകൾ പൊതുവെ 3 തരം: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്. കണ്ടെത്താൻ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ആദ്യത്തെ ഉദാഹരണങ്ങൾ 5-6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെത്താൻ മനസ്സിലാവും. ഒരു ക്ലോസിൻ്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ട് വരുന്ന ഭാഗം നൗണാണ്, ആയതുകൊണ്ട് അതൊരു നൗൺ ക്ലോസ് ആയിരിക്കും. ഇനി പറയുന്ന മെയിൻ ക്ലോസ് ദിസ് ഈസ് ദ ബുക്ക്. ഇനി ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. വിച്ച്, ഏതൊന്ന്. അപ്പോൾ പുസ്തകത്തിനെ വിശേഷിപ്പിക്കുക, ആയതുകൊണ്ട് അടുത്ത് വരുന്ന ക്ലോസ് സബോർഡിനേറ്റ് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിരിക്കും. അതുപോലെ when I went there I saw the minister. when I went there, ഞാൻ അവിടെ പോയപ്പോൾ, ആഡ്വർബിയൽ ക്ലോസ് ഓഫ് ടൈം. നേരത്തെ if I had gone, ആഡ്വർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ. അപ്പോൾ ഈ ആഡ്വർബ് നമ്മൾ പറഞ്ഞു അഡ്ജക്റ്റീവ് ക്ലോസ്, നൗൺ ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്. ആഡ്വർബിയൽ ക്ലോസ് വിവിധ തരങ്ങളുണ്ട്. ആഡ്വർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ, കൺസെഷൻ, റീസൺ, മാനർ, പ്ലേസ്, പേഴ്സൺ, കമ്പാരിസൺ, ഇങ്ങനെ 7-8 എഴുതി വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ആഡ്വർബിയൽ ക്ലോസ് വീണ്ടും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. സബോർഡിനേറ്റ് ക്ലോസിനെ 3 ആക്കി തിരിക്കുന്നു: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്. ആഡ്വർബിയൽ ക്ലോസിനെ വീണ്ടും 7-8 ആക്കി തിരിച്ചിട്ടുണ്ട്. സമയത്തിനെ കാണിക്കുന്നത്, കണ്ടീഷനെ കാണിക്കുന്നത്, കമ്പാരിസനെ കാണിക്കുന്നത്, വ്യക്തിയെ കാണിക്കുന്നത്, ഇതുപോലെയുള്ള വിവിധങ്ങളായുള്ള ആഡ്വർബിയൽ ക്ലോസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പ്രത്യേകമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ക്ലോസിനെ കുറിച്ച് ഇന്ന് ലെക്ചർ ക്ലാസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിച്ച് അതൊന്ന് പറ്റുമെങ്കിൽ എഴുതി വെച്ച്, ഇന്ന് എഴുതാൻ പറ്റുന്ന ചുറ്റുപാടല്ല, ആയതുകൊണ്ട് തന്നെ ബോർഡിൽ എഴുതിയിട്ടില്ല. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ബോർഡിൽ എഴുതാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് ഞാൻ ഇന്നൊരു ലെക്ചർ ക്ലാസ് മാത്രം എടുക്കുകയാണ്. ഈ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.